ടികോമിന് എന്തിന് നഷ്ടപരിഹാരം? സ്മാർട്ട് സിറ്റി കരാറിൽ CAG കണ്ടെത്തിയത് ഗുരുതര പിഴവുകളാണ്. വർഷങ്ങൾക്കിപ്പുറം ടികോമിന് ഈ പിഴവുകളാണ് നേട്ടമാകുന്നതും. ടികോം വീഴ്ച വരുത്തിയാൽ പിഴ ഈടാക്കാൻ വ്യവസ്ഥയില്ല എന്നതാണ് കരാറിലെ കണ്ടെത്തലുകൾ. 2014 പരിശോധനയിലാണ് CAG ഈ തരത്തിലുള്ള കണ്ടെത്തൽ നടത്തുന്നത്. മാത്രമല്ല, ടികോമിന് ഒപ്പം മറ്റ് നിരവധി കമ്പനികൾ കൂടി ഉണ്ടായിട്ടും എന്തുകൊണ്ട് ടികോമിനെ മാത്രം പരിഗണിച്ചു എന്ന ചോദ്യം കൂടി അന്ന് ഉയർത്തിയിരുന്നു. ഇതടക്കം സ്മാർട്ട് സിറ്റിയിലെ ഗുരുതരമായ പിഴവുകളാണ് 2014 ജൂലൈയിൽ പുറത്തുവരുന്ന CAG റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത്. VV അരുൺ ചേരുന്നു. അരുൺ, CAG റിപ്പോർട്ടുകൾ മുമ്പ് ഒരു വട്ടം ചർച്ച ചെയ്തതാണ്. ഈ CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ സമിതിയും ചില വീഴ്ചകൾ അന്ന് കണ്ടെത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇത് വീണ്ടും ഉയർന്നു വരുമ്പോൾ CAGയുടെ അന്നത്തെ ആ കണ്ടെത്തലുകൾ നിർണായകമായി മാറുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ 2014 ഈ CAG റിപ്പോർട്ടിന്റെ ഉള്ളടക്കം? സ്മാർട്ട് സിറ്റി കരാറിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ വ്യവസ്ഥകൾ സർക്കാരിന് പൂർണ്ണമായും അനുകൂലമല്ല. ആദ്യഘട്ടത്തിൽ അത് ഭൂമി പോലും കമ്പനിക്ക് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വിൽപ്പന നടത്താം എന്ന തരത്തിലുള്ള കരാറായിരുന്നു. പിന്നീട് 2011 അത് തിരുത്തി എഴുതുകയായിരുന്നു. അതിനുശേഷമാണ് CAG കരാറിലെ മറ്റു ചില പോരായ്മകൾ കൂടി കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തത്. 2017 കരാർ ഒപ്പിട്ട പദ്ധതിക്ക് 2013 മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. പദ്ധതിക്ക് വേണ്ടത്ര സ്ഥലം വേണ്ടിവരുന്ന പോലും മനസ്സിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന വിമർശനം അന്ന് തന്നെ CAG ഉന്നയിച്ചിരുന്നു. സാധ്യതാ പഠനം നടത്തുകയോ DPR തയ്യാറാക്കുകയോ ബിഡ് നടത്തുകയോ ചെയ്തിരുന്നില്ല. താല്പര്യപത്രം ക്ഷണിച്ചിരുന്നുവെങ്കിൽ മറ്റു കമ്പനികളും രംഗത്ത് വരുമായിരുന്നു. 16% തുച്ഛമായ ഓഹരി പങ്കാളിത്തമാണ് സർക്കാർ ലഭിച്ചത്. ഇതിന്റെ കാരണം എന്തെന്ന് അന്നത്തെ ബന്ധപ്പെട്ട വകുപ്പുകളോട് CAG ചോദിച്ചു. സാധാരണ CAG റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ വകുപ്പുകളോട് വിശദീകരണം തേടാറുണ്ട്. എന്നാൽ വിശദീകരണം ചോദിക്കുമ്പോഴും ആ വകുപ്പ് IT വകുപ്പ് മറുപടി നൽകിയിട്ടില്ല. ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ തന്നെ കൃത്യമായിരുന്നില്ല. അതുകൊണ്ട് ഈ കമ്പനിയുടെ പ്രൊമോട്ടർമാരെ, അതിലെ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ഓഡിറ്റ് നടത്താൻ CAG അന്ന് കഴിഞ്ഞിരുന്നുമില്ല. അത്തരത്തിൽ നിരവധി പോരായ്മകൾ CAG ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ ഈ കരാറിൽ നിന്ന് പിന്മാറാൻ അല്ലെങ്കിൽ പദ്ധതി നിർത്താൻ സർക്കാർ തീരുമാനിക്കുമ്പോൾ ഇങ്ങനെ പോരായ്മകളോടുകൂടിയ ഒരു പദ്ധതിയായിരുന്നു സ്മാർട്ട് സിറ്റി എന്നതുകൂടി കൂടുതൽ വ്യക്തമാവുകയാണ്. നേരത്തെ തന്നെ ഇത്തരം 2014 റിപ്പോർട്ട് വരുമ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചയായതാണ്. ഇപ്പോൾ വീണ്ടും സ്വാഭാവികമായും ഈ വിഷയം ഉയർന്നു വരുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ ഒരു കമ്പനി നഷ്ടത്തിലാണ്, അല്ലെങ്കിൽ കമ്പനി അവരുടെ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കിയില്ല, അവർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ ആ കരാർ അവസാനിപ്പിക്കുമ്പോൾ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇതിനപ്പുറത്തേക്ക് കമ്പനി നിർത്തലാക്കിയതിനപ്പുറത്തേക്ക് ഭൂമിയിൽ കണ്ണുവച്ചുള്ള നീക്കമാണ് നടത്തുന്ന സർക്കാർ എന്ന ഒരു ആരോപണമാണ് പൊതുവിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ CAG റിപ്പോർട്ടും ചർച്ചയാകുന്നത്. സാഹിത്യം അരുൺ, ഒരു കാര്യം കൂടി, ഇത് സംബന്ധിച്ച് ഇതൊരു വിവാദമാകുമ്പോൾ വിശദീകരണം നൽകേണ്ടത് സർക്കാരാണ്. ഇതുവരെ വ്യക്തമായൊരു വിശദീകരണം വന്നിട്ടുമില്ല. വ്യവസായ മന്ത്രി അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നില്ല, എന്നാൽ അദ്ദേഹം പദ്ധതിയുമായി മുന്നോട്ട് തന്നെയാണ്, അതിൽ ടികോമിനെ ഒഴിവാക്കുന്നതേ ഉള്ളൂ എന്നതാണ് സർക്കാർ വിശദീകരിക്കുന്ന വാദം. ഈ സ്മാർട്ട് സിറ്റി ഭൂമിയിലെ സർക്കാരിൻ്റെ തുടർ പദ്ധതികൾ അത് വിശദമാക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് ഇത് സംബന്ധിച്ച CPMന്റെ രാഷ്ട്രീയ തീരുമാനം കൂടി പ്രസക്തമാവുകയാണല്ലോ. ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ടോ? സ്മാർട്ട് സിറ്റി വിവാദത്തിൽ പാർട്ടി ഒരു നിലപാടെടുക്കുമോ? സ്വാഭാവികമായി CPM ഇന്ന്, കാരണം വലിയൊരു വിവാദം സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിമാന പദ്ധതികളിൽ ഒന്നായിരുന്നു. ആ കാലത്ത് VS സർക്കാരിൻ്റെ കാലത്തൊക്കെ വലിയ പ്രശ്നങ്ങളും പോരായ്മകളും ഉണ്ടെന്ന് പറയുമ്പോഴും സ്മാർട്ട് സിറ്റി വ്യവസ്ഥകൾ സംസ്ഥാന താല്പര്യത്തിന് അനുകൂലമാക്കിയത് VS സർക്കാരാണെന്ന ഒരു അവകാശവാദമാണ് CPM എക്കാലവും ഉന്നയിച്ചത്. അങ്ങനെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ നിർത്തലാക്കുന്നത്. സ്വാഭാവികമായി ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയാകേണ്ടതാണ്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം ഡൽഹിയിലാണുള്ളത്. നാളെ പൊളിറ്റ് ബ്യൂറോ യോഗമാണ്. അതിനു മുമ്പ് അദ്ദേഹം ഔദ്യോഗികമായ ചില കൂടിക്കാഴ്ച ഡൽഹിയിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് IT വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് സ്വാഭാവികമായും കരാർ റദ്ദാക്കുമ്പോൾ വിശദീകരിക്കേണ്ടത്. അല്ലെങ്കിൽ വ്യവസായ മന്ത്രി P രാജീവ് ഇന്നത്തെ സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം മുംബൈയിലാണ്. അവിടെ നിന്ന് അദ്ദേഹം നാളെ കൊച്ചിയിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹവും പങ്കെടുക്കുന്നില്ല. ആ സാഹചര്യത്തിൽ ഇന്ന് ഈ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് CPM തയ്യാറാകുമോ എന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തതയില്ല. ഏതായാലും സ്വാഭാവികമായും പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിൽ അദ്ദേഹം നിലപാട് പ്രഖ്യാപിക്കാൻ തന്നെയാണ് സാധ്യതയെങ്കിലും കാര്യമായ ഒരു ചർച്ച ഇതെന്തുകൊണ്ട്, എന്താണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചതെന്നും അത് എന്തുകൊണ്ട് അത്ര നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല, ഇപ്പോൾ ഈ കോമ്പൻസേഷൻ അടക്കമുള്ള ഭൂമി കച്ചവട ആരോപണം അടക്കം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ കൃത്യമായൊരു ചർച്ചയ്ക്ക് ശേഷമുള്ള മറുപടി ഇന്ന് CBIയുടെ ഭാഗത്ത് പ്രതീക്ഷിക്കാനാകില്ല. അതിന് കാരണം മുഖ്യമന്ത്രിയും P രാജീവ് വ്യവസായ മന്ത്രിയും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. എന്തായാലും ഈ വിഷയത്തിൽ
സർക്കാർ തലത്തിൽ നേരത്തെ ഉണ്ടായ ചർച്ചകളുടെ തുടർച്ചയായിട്ടാണ് ടീകോമിനെ ഒഴിവാക്കിക്കൊണ്ട് സ്മാർട്ട് സിറ്റിയിൽ പുതിയ നീക്കങ്ങൾക്ക് സർക്കാർ ഒരുങ്ങിയതെന്ന് വ്യക്തമാണ്. പക്ഷേ ആ നീക്കത്തിന് രാഷ്ട്രീയ പിന്തുണയുണ്ടായിരുന്നു. അത് CPM നേതൃത്വത്തിലുള്ള ആലോചനകൾ സ്വാഭാവികമായി നടക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ എന്താണ് തുടർ പദ്ധതികൾ എന്നത് വിശദീകരിക്കേണ്ടത് സർക്കാരിന് മുന്നിലെ വലിയൊരു വെല്ലുവിളി കൂടിയാണ്. അരുൺ, ഒരു കാര്യം കൂടി അരുൺ, നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ സ്മാർട്ട് സിറ്റി ഇടതുപക്ഷ സർക്കാർ മുമ്പ് VS സർക്കാരിൻ്റെ കാലത്ത് ഉയർത്തിക്കാട്ടിയ ഒരു വലിയ നേട്ടമാണ്. ആ നേട്ടം പൂർണ്ണമായും ഇല്ലാതായി എന്ന് അംഗീകരിച്ചുകൊണ്ടാണ്, അതായത് ആ പദ്ധതി പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ ബദൽ സാധ്യത തേടുമ്പോൾ മുന്നോട്ട് വെക്കാൻ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ സർക്കാരിന് മുന്നിലും ഉണ്ടാകുമോ? CPM നേതൃതലത്തിലും സർക്കാർ കേന്ദ്രങ്ങളിലും അത്തരം ചർച്ചകളും ധാരണകളും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാകുമോ അരുൺ? തീർച്ചയായിട്ടും അത് ഉണ്ടാകണം. അതിന് കാരണം ഇത്ര വലിയൊരു പദ്ധതി 10,000-ങ്ങൾക്ക് തൊഴിൽ നൽകുമെന്ന ഉറപ്പ് പറഞ്ഞുകൊണ്ട് ആ പ്രതീക്ഷയോടുകൂടി രണ്ട് സർക്കാരുകളും, അത് ഉമ്മൻചാണ്ടി സർക്കാരാകട്ടെ VS സർക്കാർ, രണ്ടുപേരും അത്തരത്തിൽ വലിയ പ്രതീക്ഷകളാണ് പങ്കുവച്ചത്. സംസ്ഥാനത്തിൻ്റെ IT വികസനത്തിന് നാഴികക്കല്ലാകാൻ പോകുന്നൊരു പദ്ധതി, സംസ്ഥാനത്തിൻ്റെ IT സ്വപ്നങ്ങൾക്ക് പുതിയ വേഗം നൽകുന്നൊരു പദ്ധതി, അത്തരമൊരു പദ്ധതിയാണ് പാതി വഴിയിൽ ഒരിടവും എത്താതെ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്നത്. മാത്രമല്ല, അതിൻ്റെ എന്തുകൊണ്ട് ഇത്രയും നാൾ ഇങ്ങനെയാണ് 2017 മുതൽ തന്നെ കമ്പനി പിന്മാറാൻ തയ്യാറായി എടുക്കുന്നു എന്നതിൻ്റെ വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്, അങ്ങനെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തുകൊണ്ട് സർക്കാർ ആ ഘട്ടത്തിൽ ഇടപെട്ടില്ല? എന്താണ് സർക്കാരിനെ ഈ ഇത്രയും നാൾ, ഈ 8 വർഷം എന്ത് ചെയ്തെന്ന ചോദ്യമാണ് സ്വാഭാവികമായും ഉയർന്നു വരുന്നത്. ഇങ്ങനെ തങ്ങൾ ലക്ഷ്യമിട്ട കാര്യങ്ങൾ നേടാൻ കഴിയാതെ പോകുന്ന ഒരു കമ്പനി, അത് IT സെക്രട്ടറിയുടെയൊക്കെ കൃത്യമായ നിരീക്ഷണം ഉണ്ടായിട്ട് പോലും, സ്വകാര്യ കമ്പനി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞുമാറാമെങ്കിലും കൃത്യമായ നിരീക്ഷണം ഉണ്ടായിട്ട് പോലും സർക്കാർ ഭൂമിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കമ്പനി ഇത്ര വീഴ്ച വരുത്തിയിട്ട് എന്തുകൊണ്ട് ഇതുവരെയും സർക്കാർ ഇടപെട്ടില്ല? ഒരു സുപ്രഭാതത്തിൽ ചീഫ് സെക്രട്ടറിയെ കൊണ്ടൊരു അന്വേഷണം നടത്തിക്കുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്ത് നിർത്തലാക്കുന്നു. അങ്ങനെ നിർത്തലാക്കേണ്ട ഒരു പദ്ധതിയാണോ സ്മാർട്ട് സിറ്റി? അത്രയധികം സമയവും അതുപോലെ തന്നെ സ്ഥലവുമായൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് സംസ്ഥാന സർക്കാർ കൂടി നടത്തിയ ഒരു പദ്ധതിയാണ്. വർഷങ്ങൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. യുവാക്കൾ വലിയ പ്രതീക്ഷയോടെ, പ്രത്യേകിച്ച് IT മേഖല യുവാക്കൾ വലിയ പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്ന പദ്ധതിയാണ്. അത് ഒരു സുപ്രഭാതം നിർത്തിപ്പോകുമ്പോൾ ഇപ്പോൾ പറഞ്ഞ ന്യായങ്ങൾ മാത്രം പറഞ്ഞ് സർക്കാരിന് അത് അവസാനിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയല്ല, കമ്പനിയുടെ ഭാഗത്ത് പൂർണ്ണമായും വീഴ്ചയുണ്ടെങ്കിൽ അവരിൽ നല്ല കോമ്പൻസേഷൻ ഈടാക്കേണ്ടത്. അത്തരം വ്യവസ്ഥകൾ എന്തുകൊണ്ട് ഈ ധാരണാപത്രത്തിലോ അല്ലെങ്കിൽ എഗ്രിമെന്റിലോ ഒന്നും ഉണ്ടായില്ലെന്ന ചോദ്യമൊക്കെ സ്വാഭാവികമായും ഉയർന്നു വരും. അത്തരം കാര്യങ്ങൾ വിശദീകരിക്കാൻ സർക്കാരും CPM-ഉം ബാധ്യസ്ഥമാണെന്ന് ഉറപ്പാണ്. അത് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം അല്ലെങ്കിൽ പോലും ഉറപ്പാണ്. മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രി IT രംഗത്തെ കാര്യങ്ങൾക്ക് വളരെ താല്പര്യത്തോടുകൂടി നേരിട്ട് നേതൃത്വം നൽകുന്നയാളാണ്. മുഖ്യമന്ത്രിയും അറിഞ്ഞില്ലേ ഇത്രയധികം വീഴ്ച, ഇത്രയധികം മെല്ലെപ്പോക്ക് ഈ പദ്ധതികളുണ്ട് എന്നുള്ള, സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിലുണ്ട് എന്ന കാര്യത്തിൽ? എന്നിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ഇത്ര വൈകി പെട്ടെന്ന് പൊടുന്നനെ അവസാനിപ്പിച്ചു പോകുമ്പോൾ മാത്രമാണോ ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ അറിയേണ്ടെന്ന ചോദ്യമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. പ്രതിപക്ഷത്തിന് സ്വാഭാവികമായും ഇതിലെ ദുരൂഹതകൾ ആരോപിക്കാം. ഭൂമി കച്ചവടം അടക്കമുള്ളവർ, ഇത്രയും അധികം വില കിട്ടുന്ന കണ്ണായ സ്ഥലത്തുള്ള ഭൂമി മറ്റ് റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ അടക്കം നേരത്തെ കമ്പനികളടക്കം നേരത്തെ പലതവണ കൈക്കലാക്കാൻ ശ്രമിച്ച ഒരു പ്രദേശം കൂടിയാണ് സ്മാർട്ട് സിറ്റിയുടെ ഭൂമി. അതുകൊണ്ട് തന്നെ അത്തരം താല്പര്യങ്ങൾ ഇനിയും ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് മറ്റേതെങ്കിലും പദ്ധതികളിലേക്ക് സർക്കാർ IT മേഖലയിൽ തന്നെ മറ്റേതെങ്കിലും IT ഇൻഫ്രാസ്ട്രക്ചറാണ് പ്രധാനമായും അവിടെ ഉള്ളത്. അത്തരം IT പദ്ധതികളിലേക്ക്, പുതിയ പദ്ധതികളിലേക്ക് സർക്കാർ പോകുമോ? എന്താകും ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്കെന്ന് സ്വാഭാവികമായും അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അത്തരം മറുപടി സർക്കാരിൽ നിന്നും CPM-ൽ നിന്നും പ്രതീക്ഷിക്കുന്നുമുണ്ട്. സഹിത അരുൺ, ഒപ്പം തന്നെയാണ് പ്രതിപക്ഷം. ഇന്നലെ തന്നെ പ്രതിപക്ഷം ബന്ധുക്കൾക്ക്